ഹായ്, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്ന് ഞാനൊരു ഡേ മൈ ലൈഫൊക്കെ പതുപോലെ എടുക്കാനുള്ള ഇതിലാണ്. അപ്പോൾ പക്ഷെ ഇന്ന് എണീറ്റപ്പോൾ ലേറ്റായിപ്പോയി. ഞാൻ എണീറ്റപ്പം ലേറ്റായിപ്പോയി. ശ്രീഹരി നേരത്തെ എണീറ്റായിരുന്നു. ഞാൻ എന്താണെന്നറിയില്ല, ഇന്നലെ രാത്രിയിൽ ഞാൻ ഒത്തിരി ലേറ്റായി എനിക്ക് ഉറക്കം വന്നപ്പോഴത്തേന്. ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വരാതെ കുറേ നേരം ഉറക്കം വരാതൊക്കെ കിടന്ന ആകപ്പാടെ ഒരിതായിരുന്നു. അത് കഴിഞ്ഞ് 2 മണി 3 മണി ഞാൻ ഉറങ്ങിയപ്പോൾ. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ ഒത്തിരി ലേറ്റായി. ശ്രീഹരി രാവിലെ എണീറ്റ് പാലൊക്കെ പോയി എടുത്തു, ചായക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വീക്കെൻഡിൽ ഇന്ന് ഞാനൊന്നും പ്രത്യേകിച്ച് അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ വെക്കുന്നില്ല. കാരണം ഇടയ്ക്ക് ഒരു ദിവസം ചിക്കനൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇനിയും ചിക്കൻ കഴിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പം ഞാൻ നമ്മൾ ചൊവ്വാഴ്ച ചിക്കനൊക്കെ വാങ്ങിച്ചായിരുന്നു. അത് ശ്രീഹരി നിർബന്ധം പിടിച്ച് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇനിയും വീണ്ടും ശനിയാഴ്ച ഈ ആഴ്ച ഒന്നുകൂടെ ചിക്കൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ചിക്കൻ കൂടുതൽ ഹീറ്റാണ്. അപ്പം നമുക്ക് അത് ബോഡിക്ക് മീൻ കഴിക്കുന്ന പോലെ അല്ല ചിക്കൻ കഴിക്കുന്നത്. ചിക്കനും അതെ മുട്ടയതെ, അത് രണ്ടും ഞങ്ങൾക്ക് സ്ഥിരമായി കഴിക്കുന്ന ആക്ച്വലി പറ്റത്തില്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് മുട്ട ഭയങ്കരമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ഒരു 2 days കൂടുമ്പോഴൊക്കെ ഒരു മുട്ട വെച്ച് ഞങ്ങൾ കഴിക്കാറുള്ളൂ. ചിക്കൻ അതുകൊണ്ടാണ് ഞാൻ ശനിയാഴ്ച മാത്രം ആക്കുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ ചില ദിവസം ഇങ്ങനെ ശ്രീഹരിക്കാണ് ചിക്കൻ ഭയങ്കര ഇഷ്ടം, മീനേക്കാട്ടിലും ഇഷ്ടമാണ് ചിക്കൻ. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ ശ്രീഹരി ഈ വീക്ക് ഡേയിൽ കിടന്ന് നിർബന്ധം പിടിക്കും. സാധാരണ ഇങ്ങനെ ജോലിയുള്ള സമയത്ത് അങ്ങനെ വലുതായിട്ടൊന്നും ഈ ഇടയ്ക്ക് 5 ദിവസം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാൻ പറയുന്ന പതിവില്ല. പക്ഷെ ഈ കഴിഞ്ഞ ആഴ്ച ചില സമയത്ത് അങ്ങനെയൊക്കെ തോന്നും. അങ്ങനെ കിടന്ന് ചിക്കൻ വേണം എന്ന് കിടന്ന് പറഞ്ഞു ചിക്കൻ വാങ്ങിച്ച് ഞാൻ കറിയൊക്കെ വെച്ചു. അതുകൊണ്ട് ഞാൻ ഈ വീക്കെൻഡിൽ അതങ്ങ് ഒഴിവാക്കി. ഇനിയും കഴിച്ച് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ശ്രീഹരിക്ക് അറിയാം ഇനിയും കഴിച്ച് കഴിഞ്ഞാൽ ശരിയാകത്തില്ല എന്ന്. കാരണം ചിക്കൻ മേടിക്കുമ്പോൾ ഒരു മെയിൻ പ്രശ്നം, എനിക്ക് വലിയതായിട്ടത് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പൊതുവെ 2 കഷ്ണമൊക്കെ കഴിക്കത്തുള്ളൂ. ബാക്കി ഫുൾ ശ്രീഹരിയല്ലേ കഴിക്കുന്നത്. അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങൾ ശ്രീഹരിക്ക് ഉണ്ടാവും ബോഡിയിൽ. അടുപ്പിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പ്, ഒരു 5-6 ദിവസത്തെ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അടുപ്പിച്ച് കഴിച്ച് കഴിഞ്ഞാൽ അത് ശ്രീഹരിക്ക് കുഴപ്പമാവും. അതുകൊണ്ടാണ് ഞാൻ ഈ ശനിയാഴ്ച വിചാരിച്ചു വാങ്ങിക്കുന്നില്ല എന്ന്. ഇനി നമുക്ക് കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇന്നലെ രാത്രി കുറേ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറേ നേരം കുറച്ച് ഉത്സാഹം ഉണ്ടായിരുന്നു ജോലികൾ ചെയ്യും. അപ്പോൾ ഇന്നലെ രാത്രി കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് വെച്ചു. എസ്പെഷ്യലി ഇന്ന് അതുകൊണ്ട് ഞാൻ അവിയൽ വെക്കുന്നുണ്ട്. കാരണം കുറേ പച്ചക്കറി അകത്ത് തരണം. അതുകൊണ്ട് അവിയൽ വെക്കുന്നതുകൊണ്ട് ആ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ ഓൾറെഡി അരിഞ്ഞു വെച്ചു. അതുപോലെ മീൻ ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ എടുക്കാൻ വൈകി. അപ്പം ഞാൻ ഇന്നലെ രാത്രി തന്നെ അതങ്ങ് മീൻകറിയാക്കി, മുളകിട്ട മീൻകറിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ അങ്ങനെയൊക്കെ. പിന്നെ ആസ് യൂഷ്വൽ ചീരയുണ്ട്. ഇവിടെ വീട് പിടിക്കുന്ന ദിവസങ്ങളിലെല്ലാം ചീരയുണ്ട്. അതെന്തായാലും എടുക്കും. ചീരത്തോരൻ, അങ്ങനെയാണ് ഉച്ചക്കത്തെ പരിപാടി. അതുകൊണ്ട് ഇന്ന് ചിക്കനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു വലിയ സ്പെഷ്യലായിട്ടൊരു റെസിപ്പിയൊന്നും ഈ ഡേ ഇൻ മൈ ലൈഫിൽ ഇത്തവണ ചെയ്യുന്നില്ല. സാധാരണ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ. രാവിലെ ഞാൻ എണീക്കാൻ താമസിച്ചുകൊണ്ട് ഇന്ന് ദോശ തന്നെയാണ്. കഴിവൊന്നും അരച്ച മാവ് ഞാൻ അരച്ചല്ല, മേടിച്ചതാണ്. കാരണം ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ കാലാവസ്ഥയിൽ ഇപ്പം പുറത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര മൂടി കിടക്കുകയാണ്. രാവിലെ അതാണ് ഭയങ്കര സുഖമാണ് ഉറങ്ങാനായിട്ട്. രാവിലെ എന്നല്ല, ഇപ്പം ഒരു ചൂടേ ഇല്ല, ഇങ്ങനെ നല്ല ക്ലൈമറ്റാണ്. ഉച്ചയാണേലും എല്ലാം വെയിൽ വരും. പക്ഷെ നമ്മളിപ്പോൾ പുറത്തോട്ടൊക്കെ ഇറങ്ങിയാലും വെയിലുണ്ട്. വെയിലിന് വലിയ ചൂടൊന്നുമില്ല, നമ്മളാ കുത്തുന്ന ചൂടൊന്നുമില്ല. വെയിൽ ഭയങ്കരമായിട്ട് വെട്ടം മുഖത്തേക്ക് അടിക്കാനേ ഉള്ളൂ, പക്ഷെ ചൂടൊന്നുമില്ല. അപ്പം രാവിലെ ഇന്നതുകൊണ്ട് ദോശമാവ് ഇരിപ്പുണ്ട്, അത് ദോശയും ചമ്മന്തിയാണ്. ഞാൻ ഗ്രീൻ പീസൊക്കെ വെള്ളത്തിൽ ഇട്ടിരുന്നു, പക്ഷെ ഞാൻ ഇന്ന് എടുക്കുന്നില്ല. ഞാനെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ നാളെ എടുക്കും. അല്ലെങ്കിൽ രാത്രിയിൽ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ, ഞങ്ങൾ പുറത്ത് പോകുന്നില്ലെങ്കിൽ രാത്രി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അല്ലെങ്കിൽ ഞാൻ ഗ്രീൻ പീസ് നാളെ എടുക്കുന്നുള്ളൂ. ഇന്ന് പൊതുവെ എപ്പോഴും ഇന്ന് പൊതുവെ അങ്ങനൊന്നും
ഒന്നും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാനുള്ള ഒരു മൈൻഡും തോന്നുന്നില്ല. സാധാരണ രീതിയിലൊക്കെ പെട്ടെന്ന് ജോലി തീർക്കാനാണ് തോന്നുന്നത്. അങ്ങനെയുള്ള ദിവസങ്ങളും വേണമെന്നില്ല. എപ്പോഴും ഞാനിങ്ങനെ ഡീൽ ലൈഫ് വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം എന്നുള്ള വിചാരിച്ചായിരിക്കും എടുക്കുന്നത്. എന്ന് വിചാരിച്ചതൊന്നും വേണ്ടാണ്. അത് മാത്രമല്ല, ഓൾറെഡി കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ചിക്കനിലാണ് മിക്കവാറും ഞാൻ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുന്നത്. ഫിഷിൽ അങ്ങനെ വലുതായിട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ട്രൈ ചെയ്യാറില്ല. കാരണം കൂടുതലും ഇഷ്ടം സാധാരണ നമ്മുടെ നാടൻ മീൻകറിയൊക്കെയാണ്. പക്ഷെ ശ്രീഹരിക്കാണെങ്കിൽ ചിക്കൻ ഏത് രീതിയിൽ വെച്ച് കൊടുത്താലും ഭയങ്കര ഇഷ്ടമാണ്. ഞാനതുകൊണ്ട് ചിക്കനിൽ ഒത്തിരി പല കാര്യങ്ങൾ ഞാൻ നോക്കും. അതാണ് അത് മിക്കവാറും ശനി ഞായറൊക്കെ ആയിരിക്കും. അപ്പോൾ കൂടുതൽ മീൻ എനിക്കാണ് ഇഷ്ടം. അപ്പോൾ എനിക്ക് മീൻ ഇങ്ങനെ മുളകിട്ട് വെക്കുന്നതും തേങ്ങ അരച്ച് വെക്കുന്നത് അല്ലെങ്കിൽ മീൻ വറുക്കുന്നതൊക്കെയാണ് പൊതുവെ താല്പര്യം. ശ്രീഹരിക്ക് അതൊക്കെ തന്നെയാണ്. അത് കൂടുതലും ഇഷ്ടം. ചിക്കനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ചിക്കനിൽ ഇങ്ങനെയുള്ള ഇതൊക്കെ നോക്കുന്നത്. എനിക്ക് ചിക്കൻ ഇഷ്ടക്കേടൊന്നുമില്ല. ഞാൻ കഴിക്കും ഈ പറഞ്ഞ പോലെ. പക്ഷെ ഞാൻ അങ്ങനെ അത് അടുപ്പിച്ച് കഴിക്കുമ്പോൾ എനിക്ക് ചിക്കൻ വെറുക്കുകയും ചെയ്യും. ശനിയാഴ്ച നമ്മൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ വാങ്ങിച്ചത് ഉടനെ ചൊവ്വാഴ്ച എന്നോട് ചിക്കൻ വാങ്ങിക്കണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചത് ഞാൻ അപ്പം 2 കഷ്ണം കഴിച്ചു. കാരണം എനിക്കത് ചിക്കൻ ആ ഒരു വെറുപ്പ് തോന്നി. ഒരു പ്രാവശ്യം കഴിച്ച് കഴിയുമ്പോൾ തന്നെ പിന്നെ എനിക്ക് കുറേ ദിവസം കഴിഞ്ഞ് കഴിക്കാൻ തോന്നുള്ളൂ ചിക്കൻ. അതാണ്. അതുകൊണ്ട് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെയൊക്കെയാണ്. ഉച്ചകഴിഞ്ഞ് പോകണമെന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ കാര്യമല്ല, ഞങ്ങൾ പോകണമെന്ന് വിചാരിച്ച് പ്ലാനിട്ട് ചില സമയത്ത് അങ്ങ് ഇരിക്കും. ചില ദിവസങ്ങളിൽ അങ്ങനെ ഒരു ദിവസമാണ് ഇന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇന്നൊരു മടി പിടിച്ചാണ് രണ്ടുപേരെ ഇരിക്കുന്നത്. അപ്പം നമുക്ക് ചായയൊക്കെ കുടിച്ചിട്ട് ദോശയൊക്കെ ചുട്ട് ചമ്മന്തിയൊക്കെ അരച്ച് കാണാം. പിന്നെ അതിന് ഉച്ചക്കത്തേക്കുള്ള ആ രീതിയിൽ തന്നെ ഞാൻ അവിയലിനൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. കാരണം അപ്പം നേരത്തെ ആവുമല്ലോ. അത് കഴിഞ്ഞ് കഷ്ണങ്ങളൊക്കെ ഇരിപ്പുണ്ട്. വേവിച്ച് അരപ്പ് ചേർത്താൽ മാത്രം മതി. ഇനി അത് അരിയാനൊന്നും പോകണ്ട. അപ്പം നമുക്ക് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ രാവിലെ സൂര്യനെ കാണാനേ ഇല്ലെന്ന് ഭയങ്കര ഒരു മൂടലാണ്. അപ്പോൾ സാധാരണ എൻ്റെ അടുക്കളയിലേക്ക് നല്ല സൂര്യൻ്റെ വെളിച്ചം വരുന്ന, പക്ഷേ ഇന്ന് രാവിലെ അതൊന്നുമില്ല. ഇപ്പം നമ്മൾ ഗ്രീൻ പീസ് ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അത് മാറ്റി ഫ്രിഡ്ജിനകത്തേക്ക് വെച്ചിരിക്കുകയാണ്. ശ്രീഹരി എനിക്ക് തേങ്ങ തിരുമ്മി തന്നു. പിന്നെ മീൻകറി ഞാൻ വെച്ചത് ഞാൻ കാണിച്ചതാണ്. പിന്നെ നമ്മൾ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വേഗം വേവിച്ചെടുക്കാം. അപ്പം എല്ലാം ഉണ്ട്. പടവലങ്ങ, വെള്ളരിക്ക, മറ്റേ ക്യാരറ്റ്, ചേന, മുരിങ്ങയ്ക്ക, കായ, പയറ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും എല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ ഞാൻ നേരെ ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പം ഞാൻ ദോശ ചുട്ടില്ല. ആദ്യം ചമ്മന്തി അരച്ചിട്ട് ദോശ ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചൂടും കാണും, പെട്ടെന്ന് നമുക്കത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വേഗം നമ്മുടെ വെള്ള ചമ്മന്തിയൊക്കെ അരച്ചു. അതിനിടയ്ക്ക് ഞാൻ അവിയലിൻ്റെ ഒന്ന് ഇളക്കി കൊടുത്തു. പിന്നെ ഞാൻ ദോശ ചുട്ടു തുടങ്ങി. അപ്പം അരിദോശയും റാഗി ദോശയും കൂടെ മിക്സ് ചെയ്താണ് കഴിക്കുന്നത്. അപ്പോൾ കാരണം കുറച്ച് റാഗി ദോശയുടെ മാവ് ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ ചമ്മന്തിക്ക് കടുക് വറുത്തു, ദോശ ചുട്ടും തുടങ്ങി. ഇനി നമുക്ക് പതുക്കെ ശ്രീഹരി കഴിച്ചും തുടങ്ങി. അപ്പം അവിയലിൻ്റെ അവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നെയ്യൊക്കെ ചേർത്താണ് ദോശ ഇടുന്നത്. കാരണം ഒന്ന് ശനിയാഴ്ചയൊക്കെ അല്ലേ, അപ്പോൾ ഞാൻ കുറച്ച് നെയ്യൊക്കെ ചേർത്ത്. അല്ലെങ്കിലും എന്നും മിക്കവാറും ദോശയാണ്. അപ്പം ഇന്ന് രാവിലെ ദോശ വെക്കേണ്ടായിരുന്നു, വേറെ വല്ലതും ആക്കായിരുന്നു. പക്ഷെ സമയം കാരണം ഞാനത് ചെയ്യാതിരുന്നതാണ്. മീൻസ് സമയം തീരെയില്ലായിരുന്നല്ലോ, ഞാൻ താമസിച്ചില്ല എണീക്കാനായിട്ട്. അപ്പം ഞാൻ പുളി വെള്ളത്തിലിട്ടു. ഞാൻ പുളിയാണ് ഒഴിക്കുന്ന അവിയലിന്. അപ്പോൾ വാളംപുളി വെള്ളത്തിലിട്ടു. അതെല്ലാം ചതയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അവിയലിൻ്റെ അരപ്പും എല്ലാം എടുത്ത് വെച്ചു. ഞാൻ ഫുഡ് കഴിക്കാനിരുന്നപ്പം കറണ്ട് പോയി. അപ്പോൾ അവിയലിൻ്റെ കാര്യത്തിലൊരു തീരുമാനമേ, ഞാൻ അരയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സിക്കകത്തൊക്കെ വരെ ആക്കി വെച്ചു. പക്ഷെ കറണ്ട് പോയി.
അപ്പം ഞങ്ങൾ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങി. അപ്പം നമ്മുടെ കറണ്ട് ഇങ്ങ് വന്നു. അപ്പം ഞാൻ വേഗം അതങ്ങ് ചതച്ച് വെച്ചേക്കുകയാണ്. അതെല്ലാം അങ്ങനെ മിക്സിക്കകത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ ചതച്ച് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുമ്പോൾ എളുപ്പമാണല്ലോ. അങ്ങനെ ഞങ്ങൾ വണ്ടി സർവീസ് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇത് ഞങ്ങളുടെ പുതിയ അക്ഷയകൽപ്പയുടെ ബാഗാണ്. അവർ തന്നൊന്നുമല്ല, ആദ്യത്തെ ബാഗ് അവർ തന്നതാണ്, രണ്ടാമത്തെ ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. നമ്മുടെ ഇതിൻ്റെ സർവീസ് സെൻറ്റർ വരെ പോകണം, ഇച്ചിരി ദൂരമുണ്ട്. അപ്പോൾ അങ്ങനെ പോയപ്പം നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷെ നന്നായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു വണ്ടിയിൽ നിന്നിട്ട്, സ്വെറ്റർ ഇടാത്തത് കൊണ്ട്. പക്ഷേ ഭയങ്കര നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങോട്ട് പോകാൻ അല്ലെങ്കിലും വലിയ ബ്ലോക്കൊന്നുമില്ല. തിരിച്ച് വരാൻ നേരത്താണ് ബ്ലോക്ക്. പക്ഷേ സൺഡേയ്സിൽ വളരെ കുറവാണ്. വീക്ക് ഡേയ്സിലും സാറ്റർഡേയ്സിലും ഒക്കെ അത്യാവശ്യം തിരിച്ചു പോകാനൊക്കെ നല്ല ബ്ലോക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടി കൊടുത്തു. എന്നിട്ട് നമ്മൾ ഓട്ടോ ബുക്ക് ചെയ്താണ് തിരിച്ചു വരുന്നത്. ഈ ഭാഗത്താണ് എൻ്റെ ഫോൺ ഒരിക്കൽ കളഞ്ഞു പോയത്. രാത്രി ഞങ്ങൾ സിനിമ കണ്ടിട്ട് വരുന്ന വഴി എങ്ങനെയോ താഴെ പോയി കളഞ്ഞു പോയതാണ്. അത് ഈ ഒരു ഏരിയയിലാണ്. ഞാൻ എപ്പോഴും ഇവിടെ ഇങ്ങനെ വരുമ്പോൾ അതിങ്ങനെ ആലോചിക്കും, ഈ ഭാഗത്ത് വെച്ചാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തു. എന്നിട്ട് ഓട്ടോ ബുക്ക് ചെയ്യാൻ ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ അത് ഞങ്ങൾ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തൊന്നുമില്ല. സാധാരണ A to B കയറുന്നതാണ് ഇങ്ങനെ വണ്ടി സർവീസ് ചെയ്യിക്കാൻ വരുമ്പം. ഇപ്പം പിന്നെ കാഴ്ചയല്ലേ ഉള്ളതുകൊണ്ട് ഞങ്ങൾ A to Bയിലൊന്നും കയറിയില്ല. ഓട്ടോയൊക്കെ ബുക്ക് ചെയ്ത് തിരിച്ച് നമ്മൾ അങ്ങേരെ ബ്ലോക്കൊക്കെ ആയതുകൊണ്ട് ടെക് പാർക്കിനകത്തൂടെ ഒക്കെ കയറ്റി ഇങ്ങനെ ഞങ്ങളെ എത്തിച്ചു. അപ്പം നമ്മൾ വണ്ടിയൊക്കെ കൊടുത്തിട്ട് വന്നു, ഡ്രസ്സൊക്കെ മാറി. ഇനി പണി ഒരുപാട് കിടക്കുകയാണ്. അരി ഇട്ടിട്ടില്ല, ചോറ് ഇടണം. ഏകദേശം 12 മണിയാകാറായി. പിന്നെ അവിയലിനെല്ലാം വെന്തിരിക്കുകയാണ്. അപ്പം അതിനി അരപ്പ് ഞാൻ കറണ്ട് വന്നപ്പം വേഗം അരപ്പ് ഒന്ന് ചതച്ച് വെച്ചിട്ടാണ് പോയത്. അല്ലെങ്കിൽ പിന്നെ തിരിച്ചു വരുമ്പോൾ കറണ്ട് കാണത്തില്ലല്ലോ എന്നൊരു പേടി തോന്നി. അപ്പം ഞങ്ങളങ്ങോട്ട് പോകാൻ ഇറങ്ങിയപ്പോഴായിരുന്നു കറണ്ട് വന്നത്. അപ്പം അതുകൊണ്ട് ഇനി പുളിയും ഞാൻ ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങ് ആയിക്കഴിഞ്ഞാൽ അവിയലായി. പിന്നെ മീൻകറി ഉണ്ട്. പിന്നെ ചീര വന്നിട്ടുണ്ട്. ചീര രാവിലെ വന്നാണ്. ഇതൊന്ന് വൃത്തിയാക്കി തോരനും ആക്കണം, മോരും കാച്ചണം. അത്രേ ഉള്ളൂ പരിപാടി. പക്ഷെ 1 മണിക്കൂറിനുള്ളിൽ നമുക്കിതെല്ലാം ചെയ്തെടുക്കണം. അതാണ് ടാസ്ക്. ഇനി വലിയ ഇതൊക്കെ ചീര ഞാൻ എല്ലാ വീഡിയോയിലും ചീര കാണിച്ച് ഞാൻ തന്നെ മടുത്തു. പക്ഷെ നമുക്ക് കഴിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ മിക്കവാറും ദിവസങ്ങളിൽ ചീര ഇവിടെ തോരൻ വയ്ക്കും, മിക്കവാറും. അതുകൊണ്ട് എന്തായിരുന്നു അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഞാനിങ്ങനെ പറയുമ്പം കണ്ണാരെങ്കിലും ഉണ്ടെങ്കിൽ വിചാരിക്കും എൻ്റെ വേറെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ വിചാരിക്കുന്നത് ഇതിവിടെ സ്ഥിരം ചീരയാണോ തോരൻ വയ്ക്കുന്നത്. മറ്റേതൊക്കെ തോരൻ വയ്ക്കും, അതിൻ്റെ കൂട്ടത്തിൽ ഇതും കാണും. ഇനിയിപ്പോൾ അവിയലുണ്ടല്ലോ, അപ്പം ചീരയും കൂടെ തോരൻ വെച്ചു. ഞാൻ ബീൻസും പയറും എല്ലാം എടുക്കും. പക്ഷെ അതിൻ്റെ കൂടെ അത് ചീര കഴിക്കുന്ന ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സിലൊക്കെ മിക്കവാറും ചീര ഉണ്ടാവും. ഒരു ദിവസം ഗ്യാപ്പിട്ട് ഞാൻ ചീര മേടിക്കും. അതാണ്. ഇന്ന് പിന്നെ നമ്മൾ സാധാരണ ശനി ഞായറും കാണത്തില്ല. കാരണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിക്കൻ്റെ ഒക്കെ ഇതൊക്കെ ആകുമ്പം ഞാൻ പിന്നെ തിങ്കളാഴ്ച തൊട്ടേ തുടങ്ങത്തുള്ളൂ ചീരമേടിയിൽ. പക്ഷെ ഇപ്രാവശ്യം ചിക്കനൊക്കെ നേരത്തെ കഴിച്ചത് കൊണ്ട് ഞാൻ വിചാരിച്ചു ആയിക്കോട്ടെ, ഏതായാലും ഇനിയിപ്പോൾ നാളെ കാണത്തില്ല, നാളെ മിക്കവാറും ഞാൻ എടുക്കത്തില്ല. അങ്ങനെ അതാണ് എല്ലാ ദിവസവും ഇവിടെ ചീര കാണുന്നത്. ചീര കൊണ്ടുള്ള എന്തെങ്കിലും തോരനായിരിക്കും മിക്കവാറും. ചിലപ്പോഴൊക്കെ അവിയൽ പച്ചടിയൊക്കെ വെക്കത്തുള്ളൂ. തോരന ഇവിടെ ഇഷ്ടം, അതുകൊണ്ടാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പച്ച ചീര ഉണ്ട്. ചുമന്ന ചീര അവിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇവിടുത്തെ ചുമന്ന ചീര അങ്ങനെ വാങ്ങിക്കത്തില്ല. മെയിനായിട്ടും നല്ലത് കിട്ടത്തില്ല ചുമന്ന ചീര. ഇങ്ങനെ ഇച്ചിരി മൂത്തതായിരിക്കും. ഇങ്ങനെ നമ്മുടെ പോലെ വട്ടത്തിലുള്ള ഇലയൊന്നും ആയിരിക്കത്തില്ല. ഇങ്ങനെ നീളത്തിലുള്ള ഇലയൊക്കെ ആയിട്ടായിരിക്കും ഞാൻ കണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഞാൻ കാണും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ നല്ല ചുമന്ന ചീര. അപ്പം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ കാണാത്തോണ്ടാണ്, അങ്ങനെ കിട്ടാത്തതുകൊണ്ട് ഞാൻ അധികവും ഈ പച്ചച്ചീരയാണ് വാങ്ങിക്കുന്നത്. അതാണ് തോരൻ വയ്ക്കാൻ.
അവിയൽ വെക്കാൻ എപ്പോഴും കുറച്ചുകൂടെ എനിക്കിഷ്ടം അവിയലിൽ പച്ചച്ചീരയുടെ, എന്നാലും കുറച്ചുകൂടെ നല്ലത് ചുമന്ന ചീരയാണ്. നമ്മുടെ വീട്ടിലൊക്കെയും കൂടുതലും ചുമന്ന ചീര വെച്ചാണ് അവിയലൊക്കെ വെക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അധികം വെക്കാത്തത്. പിന്നെ ശ്രീഹരിക്ക് ഇഷ്ടം തോരനാണ് ചീര തോരൻ, പിന്നെ പരിപ്പും ചീരയും കൂടെ ഉള്ള കറി. പക്ഷേ എനിക്ക് പരിപ്പും ചീരയും കൂടെ ഉള്ള കറി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ താല്പര്യമില്ല. ശ്രീഹരിക്ക് ഇഷ്ടമാണ്, അത് ഞാൻ ഇടയ്ക്ക് വെക്കും, ഞാനും കൂട്ടും, കാരണം നല്ലതായതുകൊണ്ട്. അല്ലെങ്കിൽ ഞാൻ ചീരത്തോരനാണ് മിക്കവാറും വെക്കുന്നത്. അപ്പം നമുക്ക് കൂടുതൽ ഞാൻ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് നീണ്ടു, അതെനിക്ക് മനസ്സിലായി. ഞാൻ ഇങ്ങനെ സംസാരിച്ച് എടുത്തു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അങ്ങ് വലിച്ചു നീട്ടി കൊണ്ടുപോകുമെന്ന്. പിന്നെ നമുക്കിവിടെ വെച്ച് നിർത്തിയിട്ട് പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ അരി ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പം ഞാൻ അരി എടുത്തു വെച്ചു. അപ്പോൾ ശ്രീഹരി എനിക്ക് അരി കഴുകി തരാൻ വേണ്ടിയിട്ട് വന്നു. അപ്പം ശ്രീഹരി അരി കഴുകി പിന്നെ അങ്ങ് ഇട്ടോളും. ഞാൻ അവിയലിന് നമ്മുടെ പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചു. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പൊക്കെ ചേർക്കാം. പിന്നെ നമുക്ക് ചീര ഒന്ന് റെഡിയാക്കി എടുക്കണം, അതും കൂടെ ഉള്ളൂ. പിന്നെ മോരും കാച്ചണം, മീനുണ്ടല്ലോ. അപ്പം വേഗം തന്നെ നമ്മുടെ ചീരയുടെ തണ്ടും ഇലയൊക്കെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഞാൻ കഴുകിയെടുക്കാൻ പോവാണ്. അപ്പോഴത്തേനും അരിയൊക്കെ ഇവിടെ സ്റ്റൗവിലായി. ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തിട്ട് നല്ലോണം അതൊന്ന് പൊതിഞ്ഞ് വെച്ച് അരപ്പിൻ്റെ ആ ഒരു പച്ച ചുവ മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ആവി കയറ്റാൻ വേണ്ടിയിട്ട് വയ്ക്കണം. അടച്ച് വെച്ച് നമുക്കത് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ വീട്ടിൽ മീൻസ് നമ്മൾ സാധാരണ കുക്കിങ്ങിൽ വെക്കുന്ന അവിയൽ എന്ന് പറയുമ്പോൾ ഇച്ചിരി കുഴഞ്ഞിരിക്കുന്ന അവിയലാണ് എനിക്കിഷ്ടം. സദ്യക്കൊക്കെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കത്തുള്ളൂ. ഞാൻ സാധാരണ വീട്ടിൽ നമ്മുടെ ചോറിൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ കഴിക്കാൻ വയ്ക്കുമ്പോൾ എനിക്ക് ഇച്ചിരി കുഴഞ്ഞിരിക്കുന്ന അവിയലാണ് ഇഷ്ടം. ഇനി നമ്മുടെ മീൻകറിക്ക് ഇത്രയും നിറം ഭയങ്കര എരിവല്ല, കാശ്മീരി മുളക് പൊടി മാത്രം ഞാൻ ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും നിറം. ആ ഒരു അത്രയും പക്ഷേ എരിവില്ല. നിങ്ങൾ കാണുന്ന അത്രയും ഒരു ഭീകരതയില്ല. പിന്നെ ഞാൻ തോരന് വേണ്ടിയിട്ട് എല്ലാം വേഗം അരിഞ്ഞ് അതിൻ്റെ തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ചതച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ചേർത്ത് വെച്ചു. ഞാൻ അതിനിടയ്ക്ക് വെള്ളരിക്ക എടുത്ത് തിന്നാണ്, നമ്മുടെ സാലഡ് വെള്ളരിക്ക അരിഞ്ഞ് വെച്ചിരുന്നത് എടുത്ത് തിന്നാണ്. പിന്നെ മോരും കടുവറുത്തു. അപ്പം നമ്മുടെ ഉച്ചക്കത്തെ ഊണ് ഏകദേശമൊക്കെ ആയി. ഇനിയും ചീര ഒന്ന് കടുവറുത്ത് ഒന്ന് വേവിച്ചെടുത്താൽ മതി, അത് പെട്ടെന്നാവും. ഒരു 10 മിനിറ്റിനുള്ളിൽ ചീരത്തോരൻ റെഡിയാവും. അപ്പോൾ ഏകദേശം 1 മണിയാകാറായി. 1 മണിയായെങ്കിൽ 5 മിനിറ്റും കൂടെ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേഗം ചീരത്തോരനും കൂടെ റെഡിയാക്കിയിട്ട് കഴിക്കാനൊക്കെ ഇരിക്കാം. അരിയും കൂടെ നമുക്ക് വാർക്കാം. അരി ഞാൻ ജസ്റ്റ് കുക്കറിൻ്റെ വാഷർ അങ്ങിട്ടിട്ട് ഒരു പാത്രത്തിലേക്ക് കമത്തത്തേ ഉള്ളൂ. പിന്നെ ഞാനത് ഇവിടെ വെച്ചല്ല സാധാരണ വാർക്കുന്നത്, ഞാൻ സിങ്കിൻ്റെ സൈഡിൽ വെച്ചാണ്. പക്ഷെ അവിടെ എനിക്ക് ക്യാമറ വയ്ക്കാനുള്ള സ്പേസ് ഇല്ലതാ. അപ്പം നമ്മൾ അരി വാർത്തു. അപ്പം കുറേ ഞാനിങ്ങനെ യൂട്യൂബിൽ തന്നെ കുറേ വീഡിയോകളിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഈ കുക്കറിൽ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നമ്മുടെ കുക്കറിൽ ഇങ്ങനെ മുകളിലേക്ക് എന്താ പറയുക, ഇങ്ങനെ ചീറ്റാതിരിക്കാൻ, വെള്ളം ഇങ്ങനെ ചീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പൂൺ ഇട്ടാൽ നല്ലതാണ്. പക്ഷെ എനിക്കത് വർക്കൗട്ട് ആയില്ല, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തേലും ഇനി ഞാനതുപോലെ ഒരു സ്പൂണിട്ട് വെച്ച് നോക്കി, പക്ഷെ എനിക്കത് വർക്കൗട്ട് ആയില്ല. സെയിം ഒരുപോലെ തന്നെയാണ്. ഇനി എൻ്റെ കുക്കറിൻ്റെ കുഴപ്പം കൊണ്ടാണോ അതോ ഇനി വെള്ളത്തിൻ്റെ വല്ല കുഴപ്പം കൊണ്ടാണോ എന്നറിയത്തില്ല. അരി വെക്കുമ്പോഴാണ് മിക്കവാറും എനിക്കത് വരുന്നത്. അരി വെക്കുമ്പം ഇങ്ങനെ ചീറ്റും, ചിലപ്പം അറിയത്തില്ല. ഞാനത് ഇങ്ങനെ വീഡിയോയിൽ റീൽസിലൊക്കെ കാണുന്നുണ്ട് ഓരോരുത്തരങ്ങനെ ചെയ്യുന്നത്. ഞാനങ്ങനെ എൻ്റെ അരിയുടെ കേസിൽ ഞാൻ നോക്കിയിട്ടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് നോക്കുന്നത് മൈക്ക് ഓണാണോ എന്നാണ്. കാരണം ഞാനിപ്പം ഇങ്ങനെ ഓൺ വോയിസ് കൊടുക്കാത്തതിൻ്റെ, നേരത്തെ ഞാൻ ഓൺ വോയിസ് കൊടുക്കാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഈ മൈക്കാണ്. മൈക്കില്ലാത്തതായിരുന്നു. കാരണം ഇതിൽ നിന്ന് അങ്ങോട്ട് അല്ലാതെ നമ്മൾ പറയുമ്പോൾ ഒട്ടും അങ്ങോട്ട് കേൾക്കത്തില്ല. ഫോണിൽ നമ്മൾ മൈക്കില്ലാതെ സംസാരിക്കുമ്പോൾ എൻ്റെ ഒട്ടും നമുക്ക് വീഡിയോയിൽ കേൾക്കത്തില്ലായിരുന്നു. പിന്നെ മൈക്ക് വാങ്ങിച്ചു കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ഓൺ വോയിസ് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സ്പൂണിട്ട് അരി വെച്ചപ്പോൾ സ്പൂണിട്ട് നോക്കിയിട്ട് അത് വർക്കൗട്ട് ആയില്ല.
എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. വേറൊന്നും ഞാൻ പരിപ്പൊന്നും അങ്ങനെ നോക്കിയിട്ടില്ല. സാമ്പാറിനൊന്നും എനിക്ക് അങ്ങനെ വലുതായിട്ട് അങ്ങ് ചീറ്റാറില്ല പരിപ്പ് വെക്കുമ്പോഴൊന്നും. അരിക്കാണ് മെയിനായിട്ട് വാങ്ങുന്നത്. അപ്പം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ അടുക്കള കയറി എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോഴത്തേന് 100 തവണ കൈ കഴുകുന്ന ഒരു സ്വഭാവം. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും എടുത്ത് ഇങ്ങനെ കൈ കഴുകിക്കൊണ്ടേയിരിക്കും. ഞാൻ തന്നെ ചില സമയത്ത് ഞാൻ ഇതെടുത്ത് അപ്പം ഇങ്ങനെ കൈ കഴുകിക്കൊണ്ടിരിക്കും. അപ്പം എപ്പോഴും എൻ്റെ കയ്യിൽ ഇങ്ങനെ വെള്ളമയം കാണും. ഇപ്പം ഞാൻ അതെടുത്ത് വെച്ചപ്പോഴത്തേന് ഞാൻ ഇട്ടപ്പോഴത്തേന് പോയി കൈ കഴുകി. അതെന്തോ എപ്പോഴും അങ്ങനെ ചെയ്യും. ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഇങ്ങനെ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും ഓരോന്ന് എടുക്കുമ്പോഴും ഇപ്പം കയ്യിലൊന്നും പറ്റിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിടപ്പം ഞാൻ പോയി കൈ കഴുകും. അങ്ങനെ. അപ്പം ഇനിയിപ്പം ചീര ഒന്നാവട്ടെ. ചീര ആകുന്നിടം വരെ ഞാൻ റെസ്റ്റ് ചെയ്യട്ടെ. ബാക്കി എല്ലാം ആയി. മോര് കാച്ചിയത്, അവിയൽ, മീൻകറി, പിന്നെ ചോറായിരിക്കുക. ചോറിപ്പം അപ്പം നമ്മുടെ അരി ഇവിടെ സെറ്റായിട്ടിരിക്കുകയാണ്. മീൻകറിയും റെഡി ആയിട്ടിരിക്കുകയാണ്. മീൻകറി ഞാൻ ഒന്നുകൂടെ ചൂടാക്കി തിളപ്പിച്ചെടുത്തു. ഇനി നമുക്ക് പ്രത്യേകിച്ച് ഇനിയൊന്നുമില്ല. അവിയലും റെഡിയാക്കിയിരിക്കുകയാണ്. ചീര വേകുന്നേ ഉള്ളൂ. അതും പെട്ടെന്ന് റെഡിയാവും. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ റെഡിയായി. ഇതേ മോര് കാച്ചിയത് റെഡിയായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു സാറ്റർഡേയിലെ ഒരു ഊണ്. നല്ല ഊണായിരുന്നു. എനിക്കിഷ്ടമുള്ളൊരു ലഞ്ചാണ്. അപ്പോൾ ഇനി നമുക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം. അപ്പം ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് ഞാൻ വേഗം പാത്രമൊക്കെ കഴുകി വെച്ച് അടുക്കളയൊക്കെ ക്ലീൻ ആക്കിയിട്ട് നമ്മൾ നേരെ ഒരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്തുള്ളൂ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമുക്ക് സംഗി ടാങ്ക് വരെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം അവിടെ കാണാൻ ഗൂഗിളിലൊക്കെ ഇങ്ങനെ കണ്ടു. ഞങ്ങളുടെ ഇവിടെ നിന്ന് ജസ്റ്റ് 8-9 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ ഒന്നിറങ്ങിയതാണ്. പക്ഷെ നല്ല ഭംഗിയാണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഓറിയൻ മോളിൽ നിന്ന് വരുന്ന വഴി ജസ്റ്റ് ഒന്ന് കണ്ടായിരുന്നു. അപ്പം വിചാരിച്ചാണ് ഇവിടെ അടുത്ത വീക്കെൻഡ് ഇവിടെ പോകാമെന്ന്. നല്ല ബ്ലോക്കായിരുന്നു. നല്ല ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്കായിരുന്നു. എന്നിട്ട് ഈ ഓട്ടോക്കാരൻ ഞങ്ങളെ അതിൻ്റെ അടുത്ത് വേറെ അങ്ങോട്ട് മാറ്റി കൊണ്ടിറക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് വേറൊരു ഓട്ടോ ഞങ്ങൾ അവിടുന്ന് തന്നെ യൂബറിലല്ലാതെ നമ്മൾ പോകുന്ന ഒരു ഓട്ടോയെ വിളിച്ച് ആണ് അവിടെ എത്തിയത്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നല്ല സുഖമുണ്ടായിരുന്നു. അതാണ് മെയിനായിട്ടും. പിന്നെ അവിടെ കുറേ താറാവുകളും അങ്ങനെ പക്ഷികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു. അവിടെ കുറേ പേര് വരുന്നുണ്ട്. പിന്നെ ഇതൊരു ഉച്ച കഴിഞ്ഞ സമയമാണെങ്കിലും വലിയ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് മെയിനായിട്ടും ഈ ഒരു സമയത്ത് വരാൻ പറ്റിയതാണ്. എനിക്ക് ഭയങ്കര വെയിലുള്ള സമയത്തൊക്കെ ചിലപ്പോൾ ഡയറക്റ്റ് വെയിലൊക്കെ അടിക്കുമായിരിക്കും. അവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ താറാവ് ടൈപ്പ് പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. താറാവ് ടൈപ്പൊന്നുമല്ല, കുറേ താറാവുകളും ഒക്കെ ഉണ്ടായിരുന്നു. വൈറ്റ് കളറുള്ള ഇങ്ങനെ നല്ല പ്രതിമ പോലെ ഇരിക്കുക. അത് എവിടെയെങ്കിലും ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അതുപോലത്തെ കുറേ പക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നതായിരുന്നു ഇവിടെ വരണമെന്ന്. പക്ഷേ എന്തോ വരാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഡിസ്റ്റൻസ് നോക്കിയപ്പോഴാണ് 8-9 കിലോമീറ്ററൊക്കെ ഉള്ളൂ. ഞങ്ങൾക്ക് വണ്ടി വേണേലും വരാൻ പറ്റുന്ന സ്ഥലമായിരുന്നു. പക്ഷേ അന്ന് വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തേ ഉള്ളൂ. പിന്നെ ബ്ലോക്കാണ്. ഈ നിർത്തി നമ്മളങ്ങ് ക്ഷീണിക്കും. അതാണ് കുറച്ച് ദൂരം വരുമ്പം ഇപ്പം ഈ ഞങ്ങൾ 2 വീലർ എടുക്കാത്തതിൻ്റെ മെയിൻ കാരണം. നമ്മളിങ്ങനെ നിർത്തി അതിനകത്ത് കിടന്ന് വരുമ്പോഴത്തേനും നമുക്കങ്ങ് ഭയങ്കര ക്ഷീണം തോന്നിക്കും. അപ്പം ഞങ്ങൾ വേഗം ഇതിന് ഓട്ടോ ബുക്ക് ചെയ്യും. പിന്നെ അവരങ്ങ് നല്ല ഓട്ടോക്കാരാണെങ്കിൽ നല്ല രീതിയിലൊക്കെ കൊണ്ടെത്തിക്കും സമയത്തിന്. ഇന്ന് വന്ന ആദ്യത്തെ ആൾ വെറും മോശമായിരുന്നു. അയാൾ ഈ സ്ഥലമൊക്കെ വിട്ട് കുറേ മുന്നോട്ട് പോയി. അയാൾ എന്തിനാലും മറ്റേ എൻട്രൻസ് കൊണ്ട് ഇറക്കാനാണോ എന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഇനി വേറൊരു എൻട്രൻസും കൂടെ ഉണ്ട്, അവിടെ കൊണ്ട് ഇറക്കാനാണോ എന്നും അറിയത്തില്ല. അപ്പോൾ അവിടെ അതിന് വേണ്ടിയിട്ട് പോയതാണ്. പിന്നെ ഞങ്ങൾ പകുതിക്ക് വെച്ച് അതിൻ്റെ പിന്നെ ഞങ്ങൾക്ക് വഴി മനസ്സിലാകുന്ന ആ ഒരു സ്ഥലം വെച്ച് ഞങ്ങൾ നിർത്തി. പിന്നെ വേറെ ഓട്ടോ പിടിച്ച് ഞങ്ങളിവിടെ എത്തി. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ നടന്ന് വരുമ്പോഴാണ് ഇങ്ങനെ കണ്ടത് ഇങ്ങനെ താറാക്കൂട്ടങ്ങൾ ഇങ്ങനെ വരിയായിട്ട് പോകുന്നത്. ആദ്യം ഈ
നമ്മൾ ഇത് സ്ഥലം നോക്കുമ്പോൾ ഇതിനകത്ത് ബേർഡ് വാച്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ആദ്യം നമ്മളങ്ങോട്ട് കയറിയപ്പോൾ ഒന്നും കണ്ടില്ല. അപ്പം വിചാരിച്ചു ചുമ്മാ എഴുതിയിരിക്കുകയായിരിക്കുമെന്ന്. പക്ഷെ പിന്നെ ഈ താറാങ്കൂട്ടത്തെയൊക്കെ കണ്ടു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ അതൊക്കെ ഉള്ളു. പിന്നെ ഇഷ്ടം പോലെ നടക്കാനും ഓടാനും ഒക്കെ ഉള്ള സ്ഥലമുണ്ട്. അവിടെ അടുത്ത് താമസിക്കുന്നവർക്കൊക്കെ നല്ല എക്സർസൈസൊക്കെ ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ നടുക്കൊക്കെ ഇങ്ങനെ കുറേ കൂടാരം ഇങ്ങനെ വീട് പോലെ വെച്ചേക്കുന്നത്. ആദ്യം ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇതെന്താ കാര്യം എന്ന്. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ പോയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് നമ്മുടെ പ്രാവിനിരിക്കാനുള്ള പ്രാവും കൂടാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത്. കണ്ടോ, താറാവ് ഇരിക്കുന്നുണ്ട്. പക്ഷെ നല്ല ഭംഗി, നല്ല വൈറ്റ് കളറിൽ ഒട്ടും അഴുക്കൊന്നുമില്ലാത്ത താറാവ്. പിന്നെ ഇതിങ്ങനെ ഈ കൂടുതലും വൈറ്റ് കളറിലുള്ള താറാവുകളാണ്. പിന്നെ വേറെ ഇങ്ങനെ മിക്സ്ഡൊക്കെ ഉണ്ട്. പക്ഷെ കാണാൻ എപ്പോഴും ഭംഗി ഇതിൻ്റെ ആയിരുന്നു. ഈ നല്ല വൈറ്റ് കളറിലുള്ള നല്ല ഗുണ്ടുമണികളായ കുറേ താറാങ്കൂട്ടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുകയും ചുമ്മാ ഇരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഉറങ്ങുന്നത് ഇങ്ങനെ പുറകിലോട്ട് ഇങ്ങനെ ചുണ്ടിങ്ങനെ കൊളുത്തി വെച്ചാണ് അത് ഉറങ്ങുന്നത്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. ഈ ഒരു ഭാഗത്താണെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളാണ് കൂടുതലും, എല്ലാം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് പ്രാവിൻ്റെ കൂടാണെന്നുള്ള കാര്യം. ഈ ഒരു വെള്ളത്തിലെ നടുക്കും എല്ലാം ഇവരിങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചത് എന്താണ്, അവിടെ ഒന്നും പ്രാവ് ഇരിക്കുന്നുമില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ പ്രാവ് അതിനകത്തൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ വെള്ള താറാവിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ നേരം നമുക്ക് വൈകുന്നേരമൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ കുറച്ച് നേരമൊക്കെ നടന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് തിരിച്ചിങ്ങ് അപ്പാർട്ട്മെൻറ്റിലേക്ക് പോന്നു. അപ്പം നമ്മൾ സംഗീതാങ്കിലൊക്കെ പോയിട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു രാത്രി ആയി. ഇപ്പോൾ ഒരു 8:30 ആയിട്ടുണ്ട്. ഞാൻ ശ്രീഹരിക്ക് ദോശ ഇട്ട് കൊടുത്തു. ദോശയും ഒരു തക്കാളിയും തേങ്ങയും കൂടെ അരച്ച ഒരു ചട്നിയായിരുന്നു. തക്കാളി കാരണം കുറച്ച് തേങ്ങ ഇരിപ്പുള്ളായിരുന്നു. അപ്പോൾ ഞാനൊരു തക്കാളിയൊക്കെ കൂടെ അരച്ച് ഒരു ടൊമാറ്റോ കോക്കനട്ട് ചട്നി പോലെ ആക്കി കൊടുത്തു. എനിക്കെന്തോ ദോശ തിന്നാൻ വൈകുന്നേരം ആയപ്പോൾ തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ പുട്ട് ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ പഴം ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ മീൻകറി ഉണ്ട്. മിക്കവാറും ഞാൻ പഴം തിന്നത്തുള്ളായിരിക്കും എൻ്റെ ഒരു മൈൻഡ് സെറ്റ് വെച്ച്. അപ്പോൾ അതൊക്കെയാണ് ഡിന്നറിന്. അല്ലാതെ ഇന്ന് വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പോയിട്ട് നമ്മളൊരു 6:30 ആയപ്പോൾ വന്നു. പിന്നെ ചായ കുടിച്ചു. പിന്നെ കുറേ നേരമൊക്കെ ഇരുന്നു. വേറെ അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പിന്നെ വന്നു കഴിഞ്ഞ് ഒന്നും പ്രത്യേകിച്ച് കാണിക്കാനില്ലായിരുന്നു.
അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക് യു സോ മച്ച്.